ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ഉള്ളിപ്പൊക്കവട ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി 3 സവാള ചെറുതാക്കി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് കറുവേപ്പില മല്ലിയില ചെറുതാക്കി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കൈ വെച്ച് മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് കടലമാവ്, കുറച്ച് മൈദ, കുറച്ച് അരിപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല, കായപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം എന്നിവ ചേർത്ത് നന്നായി നന്നായി മിക്സ് ചെയ്യണം. കൈവച്ച് മിക്സ് ചെയ്താൽ പൊടികളുടെ എല്ലാ വശത്തും പിടിക്കുകയുള്ളൂ. പിന്നെ കുറച്ച് സോഡാ പൗഡർ കുറച്ച് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് പരുവം. ഈ രീതിയിലായിരിക്കണം മാവ് ഇരിക്കേണ്ടത്. അതിനുശേഷം ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ വെച്ച് തിളച്ച് കിടക്കുന്നുണ്ട്. അതിലേക്ക് മാവ് കോരി ഒഴിച്ച് പൊക്കവട ചുട്ടെടുക്കാം. പൊക്കവട നല്ല ക്രിസ്പി ആവുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം. ക്രിസ്പി ആയിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പൊക്കവട റെഡിയായി, കോരി മാറ്റാം. അതിലേക്ക് കുറച്ച് കട്ടൻ ചായയും ചമ്മന്തിയും